ഉണ്ടാക്കിയ വഴക്കില്ലേ, ആ വഴക്ക് അല്ല, ഇപ്പോഴുള്ള റിലേഷൻഷിപ്പ് ഇല്ലേ, അത് ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒഫൻഡഡ് ആവോ, എന്നാ അത് എന്നെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് വിഷമം. അതുകൊണ്ട് ഞാൻ അധികം ആൾക്കാരെ എന്റെ ലൈഫിലോട്ട് അടുപ്പിക്കാറില്ല. എന്ന് വിചാരിക്കുന്നതും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ടാ, എന്നാ അതും നോ പറയണമെന്നുണ്ട്, പക്ഷെ അറിയാണ്ട് അങ്ങേച്ച് പറഞ്ഞു പോവാ, എന്നാ ഉറപ്പായിട്ട് അത്. All of it, every single pattern can be traced back to something which happened even before you turn 10 years old. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര വലിയ ട്രോമ ഉണ്ടായിരുന്നൊന്നും അല്ല, നിങ്ങളൊരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കോംപ്ലിക്കേറ്റഡ് വേൾഡിനെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് എല്ലാം നിങ്ങളിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ചെറുപ്പത്തിൽ നടന്ന കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ബ്രെയിനിന് എന്തൊക്കെ പറ്റി, അതുകൊണ്ട് ഇപ്പോൾ ഒരു അഡൽട്ട് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പാറ്റേൺസ് എന്താണെന്നൊക്കെയാണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. അപ്പൊ വീഡിയോയിലോട് എടുക്കാം. പക്ഷെ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ വെച്ചാണ് ആൾക്കാർ വീഡിയോ തന്നെ മൊത്തമായിട്ട് ഇരുന്ന് കാണുന്നത്. സബ്സ്ക്രിപ്ഷൻ കുറവാണെങ്കിൽ ആൾക്കാർ ഇത് മൊത്തം വരെ ഇരുന്ന് കാണില്ല. അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അപ്പൊ ശരി, വീഡിയോയിലോട്ട് കിടക്കാം. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്ന മെജോറിറ്റി ഡിസിഷൻസ്, ഇപ്പൊ ആരെ ട്രസ്റ്റ് ചെയ്യണം, ഇപ്പൊ എന്ത് റിലേഷൻഷിപ്പിൽ കയറണം, ആരാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ സ്നേഹം എന്ന് വെച്ചാൽ എന്താണ്, എനിക്ക് ശരിക്കും ഡിസേർവിങ് ആയിട്ടുള്ളത് എന്താണ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഓൾറെഡി നിങ്ങൾ ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങൾ വെച്ച് ഓൾറെഡി ഒരു പാറ്റേൺ ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മളൊരു അവയർനെസ്സിൽ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ തന്നെ അറിയാണ്ട് നമുക്ക് നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു അവയർനെസ്സിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ കാണുക. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന സ്പീഡ് നിങ്ങൾക്ക് സ്ലോ ആയിട്ട് തോന്നുകയാണെങ്കിൽ 2x ഇട്ട് കേട്ടോ, എന്നാലും വാച്ച് ടിൽ ദ എൻഡ്. അപ്പോൾ ശരി, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഒരു റിമൈൻഡർ ഉണ്ട്. This video is not made for blaming your parents. Think about the traumas which they are carrying, which they don't even realize. നമ്മൾ ആക്ച്വലി എപ്പോഴും വിചാരിക്കും അവർ നമ്മൾ സംസാരിക്കുന്നത് ആസ് എ പേരന്റ് ആണ് സംസാരിക്കുന്നത്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം ഈവൻ ദോ ദേ ആർ എ പേരന്റ്, അവർ തന്നെ റിയലൈസ് ചെയ്യാണ്ട് ആക്ച്വലി ദേ ആർ ടോക്കിംഗ് ഫ്രം ദ ചൈൽഡ് ഇൻസൈഡ് ദം. ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, ഫ്രം ദെയർ ഇൻസെക്യൂരിറ്റീസ്, ഫ്രം മെനി തിങ്സ് വിച്ച് ദേ ആർ സ്ട്രഗ്ലിംഗ് ഫ്രം, അവർ തന്നെ റിയലൈസ് ചെയ്യാണ്ട് ആ ഒരു പൊസിഷനിൽ നിന്നാണ് സംസാരിക്കുന്നത്. സോ ഇതാരും ബ്ലെയിം ചെയ്യാൻ വേണ്ടിയല്ല, ഇതൊരു അവയർനെസ്സിൽ കൊണ്ടുവന്നിട്ട് സെൽഫായിട്ട് അത് റിയലൈസ് ചെയ്തിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ചൈൽഡ്ഹുഡിൽ നടന്ന കാര്യങ്ങൾക്ക് ഇത്രയും ഒരു അഡൽട്ട് ആയിട്ട് ഇപ്പോഴും നമ്മുടെ ലൈഫിൽ സ്റ്റിക്ക് ഓൺ ആയിട്ടിരിക്കുന്നത്? ഇത് ആക്ച്വലി നമ്മൾ ചെറുതായിരുന്നപ്പോൾ, നമ്മൾ ജനിച്ചപ്പോൾ നമ്മുടെ ബ്രെയിൻ അത്രയും ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല. നമുക്കൊരു ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ഡെവലപ്പ് ആയതിന് നമുക്കൊരു 7 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ്. അതുവരെ നമ്മൾ ജസ്റ്റ് ഒരു ഒബ്സർവർ ആയിരുന്നു. നമ്മുടെ അടുത്ത് എന്താണ് ശരി എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഉള്ളിൽ കയറുന്നത്, എന്താണ് ഇങ്ങനെ കണ്ടീഷൻഡ് സ്നേഹമാണോ സ്നേഹം, അങ്ങനെ പല കാര്യം കൊണ്ടും നമ്മളൊരു ഒബ്സർവർ ആയിരുന്ന സമയത്ത് തന്നെ ഒരു ഫൗണ്ടേഷൻ ബിൽഡായിട്ട് വന്നു. ആ ഫൗണ്ടേഷനിൽ നിന്നാണ് പിന്നെ ബിൽഡാവുന്ന ന്യൂറൽ പാത്വേസ് ബിൽഡായി വന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മേജർ ഡിസിഷൻസിന് അത് പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിയ കാര്യങ്ങൾ ഒരു കോൺഷ്യസ് തോട്ട്സിലല്ല ബ്രെയിനിൽ സ്റ്റോർ ആയിരിക്കുന്നത്. അതിന് പകരം ഒരു ഫെൽറ്റ് ട്രൂത്ത്സ് അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് ആയിട്ടാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ബിൽഡായി വന്നത്. 2 ടൈപ്പ് സംഭവമുണ്ട്. നമ്മളൊരു ഇംപ്ലിസിറ്റ് മെമ്മറി ഉണ്ട്, ഒരു എക്സ്പ്ലിസിറ്റ് മെമ്മറി ഉണ്ട്. എക്സ്പ്ലിസിറ്റ് മെമ്മറിയാണ് കുറച്ചും കൂടെ നമ്മൾ കോൺഷ്യസ്ലി ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ കുറച്ചും കൂടി ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഫിസിക്കൽ റെസ്പോൺസ് ആയിട്ടാണ് നമ്മുടെ ബ്രെയിനും നെർവസ് സിസ്റ്റം ഒക്കെ സ്റ്റോർ ചെയ്തേക്കുന്നത്. പെട്ടെന്ന് ഒരാൾ ഒച്ച റീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിൽ ഒരു ടൈറ്റ്നെസ് വന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തന്നില്ലെങ്കിൽ പെട്ടെന്ന് പാനിക് ആവുന്നത്, അല്ലെങ്കിൽ ഒരാളോട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ പോലും പെട്ടെന്ന് നമ്മൾ എന്തോ ഒരു വലിക്കുന്ന പോലെ തോന്നുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫോം അയക്കുന്നത് ഇങ്ങനത്തെ ഒരു മെമ്മറിയിൽ നിന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു 5 വയസ്സ് തയ്ക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൾറെഡി പ്രോഗ്രാം ആയിട്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെറുതായിരുന്നപ്പോൾ തന്നെ നിങ്ങൾ കടന്നുപോയ കാര്യങ്ങൾ, നിങ്ങളുടെ പാസ്റ്റ് ട്രോമാസ്, സ്നേഹം കിട്ടിയ രീതികൾ, കിട്ടാതിരുന്ന രീതികൾ എല്ലാം ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് കുറേ കാര്യങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നമുക്ക് ആ സമയത്ത് നമ്മുടെ പേരൻസ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ആയിട്ടില്ല. അപ്പൊ അവര് തരുന്ന കാര്യങ്ങളും അവർ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആ കുട്ടി ചെയ്യുന്നത്. ആൻഡ് ആ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് അവർ ബിലീവ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ എക്സാമ്പിൾസ് എടുക്കുവാണെങ്കിൽ, പേരൻസ് എപ്പോഴും ബിസി ആയിട്ട് കുട്ടികൾ ഇഗ്നോർ ചെയ്യപ്പെടുന്ന
പെടുന്നൊരു സാഹചര്യത്തിൽ വളർന്നൊരു കൊച്ചാണെങ്കിൽ അവർ വിചാരിക്കും ഓക്കെ മേ ബി ഐ ഡോണ്ട് ഡിസേർവ് ലവ്, അല്ലെങ്കിൽ മേ ബി ഐ ഡോണ്ട് ഡിസേർവ് ദർ അറ്റൻഷൻ എന്നൊരു കൺക്ലൂഷനിലെത്തും. ഇങ്ങനത്തെ കുറേ പാറ്റേൺസ് അവിടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും നോ വൺ ഈവൻ ക്വസ്റ്റ്യൻസ് ഇട്ട്, എല്ലാവരും ജസ്റ്റ് ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അത് അക്സെപ്റ്റ് ചെയ്ത് ഉള്ളിലോട്ട് അങ്ങ് എടുക്കുകയാണ്. ഞാൻ ഇവിടെ പറയുന്ന കാര്യം ഇറ്റ്സ് നോട്ട് ബിൽഡ് അപ്പ് സ്റ്റഫ്, ഇറ്റ്സ് ഓൾറെഡി പ്രൂവൻ ആൻഡ് കുറേ സ്റ്റഡീസ് ഓൾറെഡി കണ്ടക്ട് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഞാൻ ഒന്നോടെ പറയാണ്, ഇത് പറയുന്ന കാര്യങ്ങൾ ഇറ്റ്സ് നോട്ട് ഫോർ ബ്ലെയിമിങ് എനിവൻ, അല്ലെങ്കിൽ ഇതൊക്കെ നടന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിത്തീരും. ഇറ്റ്സ് നോട്ട് എ ഫിക്സ് സ്റ്റഫ്, നമുക്കിത് മാറ്റാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരു അവയർനെസ് ഫസ്റ്റ് കൊണ്ടുവന്നാലാണ് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു അവയർനെസ്സിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. ഫുള്ളായിട്ട് കാണുക, അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ഈ വീഡിയോയിൽ കോമൺ ആയിട്ട് കാണുന്ന 5 ചൈൽഡ്ഹുഡ് വൂൺസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലേതെങ്കിലും ഒരെണ്ണെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നും. അപ്പൊ അത് ഫുള്ളായിട്ട് ഇരുന്ന് കേക്ക്. ഫസ്റ്റ് സംഭവമാണ് അബാൻഡ്മെന്റ്. ഇത് ഫോം ആവുന്നത് when a child feels emotionally or physically being left. ഇത് യൂഷ്വലി കാണുന്നത് മേ ബി പാരൻസ് ബിസി ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാരൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പാരൻസ് ഫിസിക്കലി പ്രസന്റ് ആയിരുന്നു പക്ഷെ ഇമോഷണലി അവൈലബിൾ അല്ലായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാരന്റ് മരിച്ചുപോയ സാഹചര്യം ആയിരിക്കും. ആൻഡ് ഇത് അഡൽഹുഡിൽ എത്തുമ്പോൾ എങ്ങനെയാ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ലെഫ്റ്റ് ഔട്ട് ഫീലിംഗ് ആയിരിക്കും എപ്പോഴും, ആരും ഇല്ലാത്തൊരു തോന്നലായിരിക്കും കൂടുതൽ, ഒരു അബാൻഡ്മെന്റ് ഇഷ്യൂസ്. അതുകൊണ്ട് തന്നെ ഒരു ഏതെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിൽ ഭയങ്കര അതിൽ ക്ലിങ് ഓൺ ചെയ്യാൻ വേണ്ടിയിരിക്കും. അതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ് റീഅഷുറൻസ് വേണ്ടി വരും, മറ്റേ ആളെങ്ങും പോകുന്നില്ല, എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള കോൺസ്റ്റന്റ് റീഅഷുറൻസ് ഉണ്ടെങ്കിലായിരിക്കും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, അവരെന്നെ വിട്ടിട്ട് പോകുന്നതിന് മുന്നേ അവരെ ഞാൻ വിട്ടിട്ട് പോകും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഒരു കയ്യകലത്തിൽ നിർത്താനായിരിക്കും അവർക്ക് ഇഷ്ടം ഉണ്ടാവുക. എൻ്റെ ലൈഫിലോട്ട് അധികം കയറി വരണ്ട, യു ആർ ഗോണ ഹേർട്ട് മീ, അതുകൊണ്ട് അവിടെ നിന്നോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും അവർ. ഇതിന്റെ കോർ ബിലീഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ഐ ലൈക്ക് പീപ്പിൾ ക്ലോസ് ഇനഫ് ദേ വിൽ ലീവ് ആൻഡ് ഐ മേ നോട്ട് സർവൈവ് ഇറ്റ്, അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസിലിരുന്നു. രണ്ടാമത് നമ്മൾ സംസാരിക്കാൻ പോകുന്ന റിജക്ഷനെ കുറിച്ചാണ്. ഈ ഒരു വൂണ്ട് ഫോം ആവുന്നത് നിങ്ങൾക്ക് കൺസിസ്റ്റന്റ്ലി നിങ്ങൾ ചെയ്യുന്ന കാര്യം റൈറ്റ് അല്ല എന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കലടാ, അവിടെ നിൽക്കടാ, അവൻ ചെയ്ത കണ്ടോടാ, ഇവൻ ചെയ്ത കണ്ടോടാ, നീ എന്താടാ ഇങ്ങനെ ചെയ്യുന്നത്, നിനക്ക് എത്ര പ്രാവശ്യം പറഞ്ഞു തന്നോടാ, ഇങ്ങനൊക്കെ കോൺസ്റ്റന്റ്ലി ഒരു ക്രിട്ടിക്കൽ പേരന്റ് പറഞ്ഞു കൊടുത്ത് കേട്ട് ഉള്ളിൽ കയറിയിട്ട് ആണ് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഫോം ആയിട്ട് വന്നത്. നിങ്ങൾ ആസ് ആൻ അഡൽട്ട് കാണാൻ പോകുന്ന ഒരു പാറ്റേൺ ആയിരിക്കും ഒരു എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടി നിങ്ങൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മേ ബി ഒരു ഡിസിഷൻ എടുക്കാൻ തന്നെ മറ്റേ ആൾ ഓക്കെ ആണെന്ന് ഉറപ്പാക്കിയിട്ടായിരിക്കും നിങ്ങൾ ഡിസിഷൻസ് എടുക്കുന്നത്. ആൻഡ് വേറൊരു കാര്യം കാണാൻ പറ്റുന്നത്, മേ ബി ഒരാളൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഫീഡ്ബാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ പോലും നമ്മളത് ക്രിറ്റിസിസം ആയിട്ട് പെട്ടെന്ന് എടുക്കുകയാണ്. ആ ഒരു റിജക്ഷൻ കിട്ടുമെന്ന് പേടിയുള്ള കാരണം നമ്മൾ തന്നെ ചിലപ്പോൾ എഫേർട്ട് ഇട്ട് മുന്നോട്ടിട്ട് ഒന്നും ചെയ്യാതിരിക്കും. മേ ബി ഒരു റിലേഷൻഷിപ്പിൽ ചെന്നിട്ട് ആളെ പ്രപ്പോസ് ചെയ്യുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊമോഷന് വേണ്ടി ചോദിക്കുന്ന കാര്യമായിരിക്കും. അതിനൊക്കെ നമുക്ക് ഭയങ്കര മടി, അല്ലെങ്കിൽ നോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല എന്ന് ചിലവർ പറയില്ലേ, അതുകൊണ്ട് ഞാൻ ചോദിക്കത്തില്ല. ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നോ പറഞ്ഞാലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവരിൽ കാണാവുന്ന ഒരു പാറ്റേൺ ആണ് അത്. പിന്നെയുള്ള വൂണ്ടാണ് ബിട്രേൽ. ചെറുപ്പത്തിൽ തന്നെ ട്രസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം പോകുന്ന ഒരു സാഹചര്യം, മേ ബി ഒരു പ്രോമിസ് തന്നിട്ട് അത് കീപ്പ് ചെയ്യാൻ പറ്റാതെ, മേ ബി പേരന്റ് വിചാരിക്കും എൻ്റെ സാഹചര്യം ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു, പക്ഷെ ഒരു കുട്ടിക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റി കാണില്ല. പേരൻസ് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു, അത് ചെയ്തില്ല, അത് മാത്രമായിരിക്കും. അപ്പോൾ ആ ഒരു പ്രോമിസിന് വിലയില്ല, അല്ലെങ്കിൽ ആ ട്രസ്റ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ കുട്ടി ഉള്ളിലോട്ട് എടുക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും, നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിച്ച ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവാതിരുന്ന സാഹചര്യം അഡൽട്ട്ഹുഡിൽ എത്തുമ്പോൾ ഇതൊരു ട്രസ്റ്റ് ഇഷ്യൂ ആയിട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും എപ്പോഴും ഒരു വിജിലൻസിലായിരിക്കും. ഓക്കെ, ഇത് എന്നോട് കള്ളം പറയുകയാണോ എന്നുള്ളൊരു സംഭവം. നിങ്ങൾ ആക്ച്വലി ജിസ്മ ബിമലിന്റെ ഷോർട്ട് ഫിലിം കണ്ടാണായിരിക്കും ഇന്നു മുതൽ മരണം വരെ. അതിൻ്റെ അകത്ത് ആക്ച്വലി അവർ ആ ഒരു സംശയം എന്നുള്ളൊരു സംഭവം മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് ആളുടെ ആക്ച്വലി ലൈഫ് നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഇതുപോലൊരു പാറ്റേണോ എന്തെങ്കിലും ഉണ്ടാവും. ഇതിൽ മെയിൻ കോർ ബിലീഫ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ വിൽ ഓൾവേസ് ലെറ്റ് മീ ഡൗൺ ഇവൻച്വലി, അതുകൊണ്ട് ദ ഓൺലി പേഴ്സൺ ഐ ക്യാൻ ട്രൂലി ട്രസ്റ്റ് ഇസ് മൈസെൽഫ് എന്നുള്ള രീതിയിൽ. അടുത്ത സംസാരിക്കാൻ പോകുന്ന ഇൻജസ്റ്റിസിനെ കുറിച്ചാണ്. ഇത് യൂഷ്വലി കാണുന്ന ആസ് എ ചൈൽഡ് നിങ്ങൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനോ ഒരു സ്പേസ് കിട്ടാത്തിടത്താണ്. ഇത് യൂഷ്വലി കാണുന്നത് കുറച്ചും കൂടെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരു പെർഫെക്ഷനിസം ആഗ്രഹിക്കുന്ന പേരൻസ് ഉള്ളവരുടെ അടുത്തു നിന്നാണ്. കാരണം ഇമോഷൻസ് കാണിക്കുന്ന ഒരു വീക്ക്നെസ് ആയിട്ടാണ് അവിടെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് കൂടുതൽ ടഫർ ആയിരിക്കണം, ഇങ്ങനെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു പാറ്റേണിലായിരിക്കും വളർന്നിട്ടുണ്ടാവുക. അപ്പൊ ആസ് ആൻ അഡൽട്ട് ഈ ഒരു സംഭവം വരാൻ പോകുന്നത് നിങ്ങളുടെ തന്നെ ഇന്നർ വോയിസ് ആയിട്ടാണ്.
നിങ്ങൾ തന്നെ ഭയങ്കര ഒരു ക്രിട്ടിക്കാവും. നിങ്ങളുടെ തന്നെ ഓരോ ചെറിയ മിസ്റ്റേക്കിനെ നിങ്ങൾ തന്നെ ഭയങ്കരമായിട്ട് കുത്താൻ തുടങ്ങും. ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, നീ എന്താ അങ്ങനെ ചെയ്യാഞ്ഞേ, അങ്ങനെയുള്ള രീതിയിൽ ഓരോരോ ചെറിയ കാര്യം വെച്ച് നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലെല്ലാം ഒരു പെർഫെക്ഷനിസം ഉണ്ടാവണം എന്ന് നിങ്ങൾ വിചാരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളോട് തന്നെ ദേഷ്യം വരണ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെയുള്ള വൂണ്ടാണ് ഹ്യൂമിലിയേഷൻ. ഇതൊരു കുട്ടീനെ ഹ്യൂമിലിയേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു സംഭവമാണ്. മേ ബി നാണം കെടുത്തുന്ന രീതിയിൽ, മേ ബി ബോഡി വെച്ചായിരിക്കും, സ്കിൻ ടോൺ വെച്ചായിരിക്കും, പഠിത്തം വെച്ചായിരിക്കും, അവർ ചെയ്ത മിസ്റ്റേക്സ് വെച്ചായിരിക്കും, അവരെപ്പോഴും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും, മേ ബി എപ്പോഴും കരയുന്നതുകൊണ്ടായിരിക്കും. എന്ത് കാരണം കൊണ്ടാണെങ്കിലും ആ ഒരു ചെറിയ പ്രായത്തിൽ നിങ്ങൾ കളിയാക്കിയിട്ടുണ്ട്, ഹ്യൂമിലിയേറ്റ് ആയി പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ ഉണ്ടാവും. ഒരു വൾണറബിൾ ആയിട്ടുള്ളൊരു മൂമെന്റിൽ ഒരു കുട്ടി കടന്നു പോകുമ്പോൾ ആ കുട്ടി സേഫ് ആയിട്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ആ കുട്ടീനെ കളിയാക്കാൻ വേണ്ടി പോയി കഴിയുമ്പോൾ അതൊരു വൂണ്ടായിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ ചിലപ്പോൾ കയറിയിട്ടുണ്ടാവാം. ഇതിന്റെ ഒരു കോർ ബിലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ നീഡ്സ് ആർ എ ബേർഡ് എന്നൊക്കെ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ ബീങ് ട്രൂലി സീൻ ഇസ് ഡേഞ്ചറസ്. അതുകൊണ്ട് മേ ബി ഒന്ന് സൈലന്റ് ആയിട്ട് അധികം ഒന്ന് ഒരു ലൈറ്റിലോട്ട് വരാണ്ട് ഞാൻ ഒന്ന് ഒതുങ്ങി ജീവിച്ച് പൊക്കോളാം എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. ഞാൻ ഇങ്ങനെയാ എന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, ചിലവർ നിങ്ങളെ തിരുത്താൻ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ, എന്നെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഈ പാറ്റേൺസ് കാരണം ഫോം ചെയ്ത് വന്ന കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ആ പാറ്റേൺ എങ്ങനെയാണ് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കും നിങ്ങളുടെ ഈ വൂണ്ടിനെ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങളായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് വരാൻ പോകുന്നതും നിങ്ങളുടെ പാർട്ട്ണറാണ്. നിങ്ങളുടെ വൾണറബിലിറ്റിയും നിങ്ങളുടെ എല്ലാ സംഭവവും കാണാൻ പോകുന്നതും നിങ്ങളുടെ പാർട്ട്ണറാണ്. ഒരു അബാൻഡ്മെന്റ് വൂണ്ട് എപ്പോഴും വരാൻ പോകുന്നത് മേ ബി ഒരു കോൺസ്റ്റന്റ് പാനിക് ആയിട്ടായിരിക്കും. എപ്പോഴും ഒരു റിയഷുറൻസ് വേണം. മേ ബി ആ റിയഷുറൻസ് കിട്ടിയില്ലെങ്കിൽ ശരിയാവത്തില്ല. മേ ബി ഒരു മെസ്സേജ് അയക്കും, അപ്പോൾ തന്നെ എനിക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഓക്കെ എന്നെ ഇഷ്ടമല്ലേ, അങ്ങനെയുള്ളൊരു സംഭവമൊക്കെ വരാൻ തുടങ്ങും. എപ്പോഴും എന്നെ ഇഷ്ടമാണെന്നുള്ളൊരു റീഅഷുറൻസ് ആളുടെ കയ്യിൽ നിന്ന് കിട്ടണം എന്നുള്ളൊരു സംഭവം വന്നുകൊണ്ടിരിക്കും. ഒരു റിജക്ഷൻ വൂണ്ട് എപ്പോഴും ഒരു ഡിസപ്പോയിൻറ്റഡ് ആയോ എന്നുള്ള രീതിയിൽ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ ഞാൻ ചെയ്തത് തെറ്റാണോ, അയ്യോ ഇങ്ങനെ ചെയ്തത് ഹേർട്ടായോ, അയ്യോ എന്നുള്ള രീതിയിൽ എപ്പോഴും അപ്പോളജൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ രീതിയിലായിരിക്കും ആ ഒരു വൂണ്ട് വരാൻ ചാൻസ്. ഒരു ബിട്രയൽ വൂണ്ടുള്ള ഒരാളാണെങ്കിൽ എപ്പോഴും ഒരു സസ്പീഷ്യസ്നെസ്സോ അല്ലെങ്കിൽ ഒരു ജലസിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. എപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും നടക്കുവാണോ, അയ്യോ എന്നോടുള്ള സ്നേഹം കുറഞ്ഞോ, അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഡൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഹ്യൂമിലിയേഷൻ വൂണ്ട് ചിലപ്പോൾ വന്നത് എപ്പോഴും കോൺസെൻട്രേറ്റ് ഒരു പീപ്പിൾ പ്ലീസിങ് സ്വഭാവമായിരിക്കും. നോ പറയേണ്ട സാഹചര്യങ്ങൾക്ക് പോലും എസ് പറഞ്ഞു പോകുന്ന രീതിയിലൊക്കെ ഉള്ളൊരു സാഹചര്യമായിരിക്കും ഉണ്ടാവും. ഇത് നടക്കുന്ന മേ ബി ടു എ ലെവൽ ദാറ്റ് യു മേ ബി ലൂസ് യുവർ സെൽഫ് ഇൻ അറ്റംപ്റ്റ് ടു കീപ് ദാറ്റ് പേഴ്സൺ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ നിങ്ങൾ ജോലി നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റുന്ന കുറച്ച് പാറ്റേൺസ് ആണ്. ഇപ്പോൾ ഒരു റിജക്ഷൻ വൂണ്ട് കാരണമാണെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി നോക്കി പോകാൻ വേണ്ടി ഭയങ്കര പേടിയായിരിക്കും, നോ എന്ന് പറയുമെന്ന് വിചാരിച്ചിട്ട്. ഇൻജസ്റ്റിസ് വൂണ്ട് കാരണം നിങ്ങൾ പെർഫെക്ഷനിസം തപ്പി ഓവർ വർക്ക് ചെയ്ത് നിങ്ങൾ തന്നെ എക്സോസ്റ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താലും അത് ഇറ്റ്സ് നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള രീതിയിൽ വിശ്വസിച്ച് പോകുന്നത്. ബിട്രയൽ വൂണ്ട് കാരണം ഒരു കൊളാബറേറ്റ് ചെയ്ത് ബാക്കിയുള്ളവരുടെ കൂടെ ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവൻ എന്നെ ചതിച്ചാലോ എന്നുള്ളൊരു സംഭവം വീണ്ടും വീണ്ടും കയറി വന്നിട്ട് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മൾ ആ ഒരു ടീമിൽ വർക്ക് ഡിവൈഡ് ചെയ്ത് വേണമായിരിക്കും ചെയ്യേണ്ടി വരാം. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു വൂണ്ട് ഉള്ളത് കൊണ്ട് നിങ്ങൾ ആ ഒരു ട്രസ്റ്റ് ചെയ്ത് അവരത് ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലായിരിക്കും. അപ്പോൾ എല്ലാ വർക്കും ചിലപ്പോൾ നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കും. ഒരു അബാൻഡ്മെന്റ് വൂണ്ട് കാരണം മേ ബി ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് ഫെയിൽ ആയാലോ എന്നുള്ള പേടി കാരണം അത് മാറ്റാനുള്ള ടെൻഡൻസീസ് കൂടുതലായിരിക്കും. ഹ്യൂമിലിയേഷൻ വൂണ്ട് എപ്പോഴും നമ്മളെ താത്തിക്കൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും നമ്മുടെ ഉള്ളിലുള്ള നല്ല ഐഡിയാസ് ഒക്കെ മേ ബി നോട്ട് ഗുഡ് ഇനഫ് എന്ന് വിചാരിച്ച് നമ്മളത് ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് മേ ബി ഒരു മീറ്റിങ്ങിൽ ഒരു ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ പോലും നമുക്കത് എണീറ്റിരുന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ട്ഷിപ്സിൽ ആക്ച്വലി ഈ വൂണ്ട് അത്രയും ഷോ അപ്പ് ചെയ്യില്ല എന്നാണ് പറയാ. മേ ബി ഒരു അബാൻഡ്മെന്റ് ഇഷ്യൂ വന്നത് ആൾക്കാരെ അധികം ക്ലോസ് ആയിട്ട് വെക്കാണ്ട് കുറച്ച് ഡിസ്റ്റൻസിലാക്കാൻ വെക്കാന്നുള്ള ഒരു സംഭവം. മേ ബി ഒരു റിജക്ഷൻ വൂണ്ട് വരാൻ പോകുന്നത് ആരെങ്കിലും ഒരു പ്ലാൻ കാണാന്നുള്ള പ്ലാൻ ക്യാൻസൽ ചെയ്യുമ്പോൾ മേ ബി ആൾക്ക് തന്നെ വലിയ വിലയില്ലാത്തതുകൊണ്ടായിരിക്കും ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ ഉള്ള രീതിയിൽ കൺക്ലൂഷനിൽ എത്തുന്നത്. ഇനി സംസാരിക്കാൻ പോകുന്നതാണ് ദ റിലേഷൻഷിപ്പ് വിച്ച് യു ഹാവ് വിത്ത് യുവർ സെൽഫ്. ഇതാണ് ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടും ആരും ഇത് ശ്രദ്ധിക്കാണ്ട് പോകുന്നത്. ദ വേ യു സ്പീക്ക് ടു യുവർ സെൽഫ്. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കൊടുക്കുന്ന സ്റ്റാൻഡേർഡ്സ്, നമ്മൾ തന്നെ നമുക്ക് റെസ്റ്റ് കൊടുക്കാത്ത സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സ്പേസ് നമുക്ക് ആവശ്യമുണ്ടെന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, ഇതിൻ്റെയൊക്കെ കോർ എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ഇൻജസ്റ്റിസ് വൂണ്ട് ചിലപ്പോൾ ഭയങ്കര ഒരു ഇന്നർ ക്രിട്ടിക് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. റിജക്ഷൻ വൂണ്ട് ആണെങ്കിൽ ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രോം ആയിട്ടായിരിക്കും.
ഹ്യൂമിലിയേഷൻ വൂണ്ട് കുറച്ചും കൂടി ഒരു ഷെയിം എന്ന രീതിയിലായിരിക്കും. അടങ്ങി ഒതുങ്ങി മിണ്ടാണ്ട് ജീവിക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് എന്ന രീതിയിലായിരിക്കും. അപ്പൊ ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ആക്ച്വലി പ്രാക്ടിക്കലി ഹീലാവാൻ പറ്റണേന്നുള്ളൊരു സംഭവം ഡിസ്കസ് ചെയ്യാം. ഇതിനെ ഫസ്റ്റ് ചെയ്യേണ്ടത് റെക്കഗ്നൈസ് ചെയ്യാനാണ്. നമ്മളെപ്പോഴും ഹീലിംഗ് എന്ന് പറയും ഫിക്സ് ചെയ്യാന്ന് മാത്രമല്ല, ചിലപ്പോൾ നമ്മളതൊന്ന് ഫസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യണം. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പാറ്റേൺ നടക്കുവാണെങ്കിൽ, നിങ്ങൾ പെട്ടെന്നൊരു മേ ബി ഒരു 40 വയസ്സുള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കുഞ്ഞായിട്ടായിരിക്കും. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ ഉണ്ടായപ്പോൾ, മേ ബി ഒരു ചെറുതായിരുന്നപ്പോൾ, ഒരു 2 വയസ്സായിരുന്നപ്പോഴായിരിക്കും ആ ഒരു സംഭവം നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് ഹ്യൂമിലിയേഷൻ ഫസ്റ്റ് ഉണ്ടായത് ചിലപ്പോൾ 2 വയസ്സിലായിരിക്കും. ആ ഒരു രീതിയിലായിരിക്കും, ആസ് എ ചൈൽഡ് ആയിരിക്കും നിങ്ങളൊരു 40 വയസ്സായിട്ട് ഒരാളാണെങ്കിൽ പോലും റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ തന്നെ ഒരു അവയർനെസ്സിൽ കൊണ്ടുവരണം. ആ സമയത്ത് മനസ്സിലാക്കണം, ഓക്കെ ആസ് എ ചൈൽഡിലാണ് ഞാൻ ഇത്രയും നാൾ റെസ്പോണ്ട് ചെയ്തിരുന്നത്, ഇപ്പം എനിക്കൊരു അവയർനെസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആസ് എ ചൈൽഡ് റെസ്പോണ്ട് ചെയ്യാണ്ട് ദർ ഇസ് ആൻ അഡൾട്ട് ഇൻ മീ ഓൾസോ. അപ്പോൾ കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കൽ ലോജിക്കൽ തിങ്കിങ് ഒരു അഡൾട്ടിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ മേ ബി ഒറ്റയ്ക്ക് പറ്റില്ലായിരിക്കും. മൾട്ടിപ്പിൾ ടൈംസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് ചിലപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും ആ ഒരു ഇന്നർ ചൈൽഡ് വന്നിട്ട് വീണ്ടും വന്ന് കുത്തുമായിരിക്കും. പക്ഷെ തിരിച്ച് അത് പാവം, ഇതൊരു ഹീലാവാത്ത ചൈൽഡാണ്, അത് സാരമില്ല, അത് കുഴപ്പമില്ല, അതിന് സമയം കൊടുക്കുക, അത് ശരിയായിക്കോളും. ആ ഒരു അവയർനെസ് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു അഡൽട്ട്, ഒരു ലോജിക്കൽ പ്രാക്ടിക്കൽ രീതിയിൽ റിപ്ലൈ കൊടുക്കാൻ പറ്റും. അടുത്തത് ചെയ്യുന്നതാണ് റീപാരന്റിങ് യുവർ സെൽഫ്. ആ പേരിലുള്ളത് പോലെ തന്നെ യു ആർ പ്രാക്ടിക്കലി റീപാരന്റിങ് യുവർ സെൽഫ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗിവിങ് യുവർ സെൽഫ് കോൺഷ്യസ്ലി, ഡെലിബറേറ്റ്ലി, കൺസിസ്റ്റന്റ്ലി what you needed as a child but did not receive. ഒരു അബാൻഡ്മെന്റ് മൂണ്ടുള്ള ഒരാളാണെങ്കിൽ ലേൺ ടു ബി ദെയർ ഫോർ യുവർ സെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ഫീലിങ്സും നിങ്ങളുടെ നീഡ്സും മുന്നിൽ വെച്ചിട്ട് യു ആർ ഗോണ ടീച്ച് യുവർ സെൽഫ് ടു സ്റ്റോപ്പ് അബാൻഡനിങ് യുവർ സെൽഫ് ഫസ്റ്റ്. ഒരു റിജക്ഷൻ വൂണ്ടുള്ള ഒരാളാണെങ്കിലും യു ആർ ഗോണ ടീച്ച് യുവർ സെൽഫ് ടു ചൂസ് യുവർ സെൽഫ്, വാലിഡേറ്റിംഗ് യുവർ സെൽഫ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വേറൊരു എക്സ്റ്റേണൽ വാലിഡേഷൻ കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ ഒരു വേർത്ത്നെസ് കൊണ്ടുവരുവാണ്. ഒരു ഹ്യൂമിലിയേഷൻ വൂണ്ടുള്ള ഒരാളാണെങ്കിൽ യു സ്റ്റാർട്ട് ട്രീറ്റിംഗ് യുവർ സെൽഫ് വിത്ത് ജെന്റൽനെസ് ആൻഡ് ഡിഗ്നിറ്റി യു ഡിഡ്ന്റ് റിസീവ് ആസ് എ ചൈൽഡ്. ഈ റീപാരന്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു സംഭവമല്ല. ഇറ്റ് ടേക്സ് ടൈം. ഇറ്റ്സ് എ റിയലി സ്ലോ പ്രോസസ്. ആ ഒരു സമയം എടുത്ത് സ്ലോ ആയിട്ടാണെങ്കിലും അത് ശരിയാക്കി എടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള റിലേഷൻഷിപ്പ് തന്നെ മാറാൻ തുടങ്ങും. അങ്ങനെ പയ്യെ കുറേ കാര്യങ്ങളും പെർസ്പെക്റ്റീവ്സും അങ്ങനെ പയ്യെ ബ്രെയിൻ റീവയർ ആയിട്ട് വരും. അടുത്ത നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവമാണ് വിത്ത് കമ്പാഷൻ ട്രീറ്റ് ചെയ്യാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് സെൽഫ് പിറ്റി ചെയ്യാണ്ടല്ല, നമ്മൾ തന്നെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാണ്ട് കുറച്ചും കൂടെ ഒരു കമ്പാഷനായിട്ടായിട്ട് കുറച്ചും കൂടെ ഒരു ലവബിൾ ആയിട്ട് ആ കുഞ്ഞിനെ കാണുക. നമ്മൾ ആസ് എ ചൈൽഡ്, നമ്മൾ 2 വയസ്സായിരുന്നപ്പോൾ നമ്മൾ ഫേസ് ചെയ്തൊരു കാര്യം, വി ഡിഡ്ന്റ് ചൂസ് അവർ എൻവിറോൺമെന്റ്, നമ്മൾ അങ്ങനെ ആയിപ്പോയി, അങ്ങനെ ഒരു സാഹചര്യം കൂടെ വളർന്നു. ഇപ്പം ആസ് ആൻ അഡൾട്ട് നമുക്കതിൽ നിന്ന് മാറാനായിട്ട്, ആ ഒരു പാറ്റേൺ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത സ്ഥിതിക്ക് നമ്മൾ അതിൽ നിന്ന് മാറാനായിട്ട് നമ്മൾ കുറച്ചും കൂടെ സ്നേഹത്തിൽ നമ്മളെ ട്രീറ്റ് ചെയ്ത് നമ്മൾ കുറച്ചുകൂടെ കമ്പാഷനേറ്റ് ആയിട്ട് അതിൽ നിന്ന് മാറി വരാൻ നോക്കുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ എനിക്ക് തന്നെ ഉള്ളിൽ സെൽഫ് വർക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ, ഓർ ഞാൻ ഒരു തെറപ്പിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ടോ എന്ന്. പക്ഷേ ആക്ച്വലി മെജോറിറ്റി ഓഫ് ദ സ്റ്റഫ് നമുക്ക് സെൽഫ് വർക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ കുറേ സാഹചര്യങ്ങളിൽ മേ ബി ദ ട്രോമാസ് ഓർ മേ ബി ദ തിങ്സ് വിച്ച് യു വെന്റ് ത്രൂ ഇസ് മച്ച് മോർ ഡീപ്പർ. ആ വോൺസ് ഒക്കെ കുറേ കൂടി ഡീപ്പർ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. മേ ബി നിങ്ങൾക്ക് തന്നെ റിയലൈസേഷൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ റിയലൈസേഷനിൽ എത്തിയാലും അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്തെടുക്കാമെന്ന് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ മനസ്സിലാവത്തില്ല. ആൻഡ് മേ ബി ഒരു അപ്പോയിൻമെന്റിലെല്ലാം ഫിക്സ് ആവാൻ സാധ്യത ഉണ്ടാവില്ല. ചിലവർ പറയും ഞാൻ ഒരു 2-3 പ്രാവശ്യം കാണിച്ചതാണ്, വർക്കൊന്നും ആയില്ല. മേ ബി കുറേ നാൾ എടുക്കും, കുറേ നാൾ സംസാരിച്ച്. ആക്ച്വലി തെറപ്പി ഈസ് എക്സ്പെൻസീവ് അല്ലേ, അത് കുറേ ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്. പക്ഷെ അത് കൈൻഡ് ഓഫ് നെസസിറ്റി സംഭവമാണ്. അതിലൊന്നൊരു ഇൻവെസ്റ്റ് ചെയ്ത്, കാരണം നമ്മളിപ്പോൾ നമ്മളിനുള്ളിലുള്ള കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് എടുത്തില്ലെങ്കിൽ നമ്മളത് അടുത്ത ജനറേഷനിലോട്ട് ഇങ്ങനെ പാസ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ ഒന്ന് ഹീലായിട്ട് ഒരു നല്ല പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ക്യാരി ചെയ്തുകൊണ്ട്, ആവശ്യമില്ലാണ്ട് ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ബാഗേജസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നിലത്ത് വെക്കാനായിട്ട് യു മേ നീഡ് എ ഹെൽപ്പ്. ആൻഡ് അത് ഗൈഡ് ചെയ്യാനായിട്ടാണ് ഒരു തെറപ്പിസ്റ്റ്. കാരണം നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സ്റ്റേറ്റിൽ മേ ബി നിങ്ങൾക്ക് തന്നെ ഗൈഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ മേ ബി ഒരു സെക്കൻഡ് പേഴ്സൺ, അതും ഒരു ലേൺ പേഴ്സൺ വരുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ആ ജേർണി.
അപ്പോൾ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്തോളൂ. പിന്നെ ആസ് യൂഷ്വൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം സബ്സ്ക്രിപ്ഷൻ വെച്ചാണ് ആൾക്കാർ ഈ ചാനൽ ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നുമില്ല. എന്തെങ്കിലും ടോപ്പിക് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ശരി, ബൈ.